ചരിത്രത്തിൽ ആദ്യമായി പേളിമാണിയുടെ ഒരു വീഡിയോയുടെ വ്യൂസ് കൗണ്ട് 1 ലക്ഷത്തിന് താഴെ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇന്നലെ പേളിമാണി സ്ലോവാക്കിയയിലെ സോളോ ട്രിപ്പുമായി ബന്ധപ്പെട്ട ഒരു 41 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റീസെന്റ് നോക്കുന്ന സമയത്ത് അതിന് വ്യൂ കൗണ്ട് എന്ന് പറയുന്നത് 15 മണിക്കൂറുകൾ കൊണ്ട് 71K ആണ്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഫൈനലി ഡിഡ് ഇറ്റ് മൈ ഫസ്റ്റ് സോളോ ട്രിപ്പ് ടു സ്ലോവാക്കിയ. അതിന് 3.4 ലക്ഷം വ്യൂസ്. അതിന് താഴെ നോക്കി നിങ്ങൾ ഡേ ഇൻസൈഡ് പേളി പ്രൊഡക്ഷൻ BTS ഡബിംഗ് ആൻഡ് ഓഫീസ് വൺ, അതിന് 3.2 ലക്ഷം വ്യൂസ്. പുള്ളിക്കാരുടെ പ്രൊഫൈൽ എടുത്ത് ത്രൂ ഔട്ട് നോക്കി കഴിഞ്ഞാണെങ്കിൽ 3 ലക്ഷത്തിന് താഴെ ഒരൊറ്റ വീഡിയോ പോലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ആ ലെവലിൽ റീച്ച് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഈ പറയുന്ന പേളിമാണി. അങ്ങനെയുള്ള പേളിമാണിക്കാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ 15 മണിക്കൂറുകൾ കൊണ്ട് 71K കിട്ടി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്നലത്തെ രാത്രി പേളിമാണി മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം പേളിമാണിയുടെ സോഷ്യൽ മീഡിയ കരിയറിലെ ഏറ്റവും വലിയ ഡൗൺഫോൾ ആണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ഇതിനും വലിയൊരു ഡൗൺഫോൾ ഇനി പേളിമാണിക്ക് വരാനില്ല. ഇനി നമ്മുടെ സമയം ശരിക്കും മോശമാണോ? ഇതിനേക്കാൾ ഇഞ്ചിയ സമയം ഇനി വരാനിരിക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാർ ബിഗ് ബോസിൽ പങ്കെടുത്തത് തൊട്ട് ഇങ്ങോട്ട് 7 വർഷത്തേക്കുള്ള കരിയർ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇന്നേ വരെ ഈ ഒരു അവസ്ഥയിലേക്ക് പേളിമാണി അധപ്പതിച്ചിട്ടില്ല. മുമ്പ് യൂട്യൂബിൽ തിളങ്ങി നിന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഇപ്പൊ വ്യൂ തന്നെ ഇല്ല. ആ ലെവലിലേക്ക് ഞാൻ അധപ്പതിക്കോ, എനിക്കിനി പണ്ടത്തെ പോലെ റീച്ച് കിട്ടോ, ഈ ഒരു ചിന്ത നമ്മളെ നന്നായി അലട്ടിക്കൊണ്ടേയിരിക്കും. അത് കാരണം നമുക്ക് തിന്നാനും തോന്നില്ല, ഉറക്കം വരില്ല. ഇനി അടുത്തൊരു വീഡിയോ നന്നായി കയറുന്നത് വരെ നമുക്ക് ആ ടെൻഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തായാലും പേളിമാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട സമയത്ത് എനിക്ക് പണ്ട് പേളിമാണിയെ കുറിച്ച് രഞ്ജിനി ഹരിദാസ് പറഞ്ഞതാണ് ഓർമ്മ. പേളിമാണിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജഗൻദാസ് പേളിമാണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല് ബിഗ് ബോസിന്റെ വീട്ടിൽ പുറത്ത് എനിക്ക് കുറച്ച് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയായിരുന്നു ബാക്കിയുള്ളവരിൽ വെച്ച്. പക്ഷെ എനിക്ക് പുറത്തറിയാവുന്ന കുട്ടിയെ ഞാൻ വീട്ടിൽ കണ്ടില്ല. വീട്ടില് വേറെ വേറെ ആളായിരുന്നു. പേളി എന്ന് പറഞ്ഞൊരു സോ കോൾഡ് മോട്ടിവേഷണൽ സ്പീക്കർ ഒക്കെയാണ്, ആൾക്കാരെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്. ബിക്കോസ് അങ്ങനെയാണല്ലോ പേളി പറയുന്നത്. പക്ഷെ വീട്ടിൽ വന്നപ്പം പേളിനെ കാണുമ്പോൾ ഫുൾ ടൈം കരച്ചില്, മമ്മി എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ കുറച്ച് ആൾ ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഇത്രയും ഇമോഷണലി വീക്കായ ഒരു കുട്ടിയാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പം ആരു ശ്രീനീഷുമായിട്ടുള്ള ഒരു അഫെയർ എന്ന് പറഞ്ഞൊരു സാധനം, അതിൽ അലേറ്റിനെ മുന്നിൽ പറഞ്ഞപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അത് എനിക്ക് കുറച്ച് കോമഡി ആയി തോന്നും. നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല പേളി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ക്യാരക്ടർ പെട്ടെന്ന് സ്വിച്ച് ചെയ്യും. അത് അവളുടെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവൾ തന്നെ പറഞ്ഞല്ലോ അവൾക്ക് കുറെ മുഖങ്ങൾ ഉണ്ടെന്ന്. എനിക്കൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഞാൻ പുറത്ത് കണ്ട ആളല്ല അവർക്ക് കണ്ടത്. എനിക്ക് കാലിനായിട്ട് വന്നിട്ട് എന്നെ കാലാണോ? പുള്ളിക്കാരി കുറച്ചു കാലം എയറിലായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് നേരെ തിരിച്ചായി കാര്യങ്ങൾ. അന്ന് രഞ്ജിനി പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ള രീതിയിലായി ഇപ്പൊ ആളുകളുടെ സംസാരം. ചാറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും. പോരെ? അപ്പൊ പിരിയാലോ? അപ്പൊ ശരി, ഇന്നത്തേക്കിന് പിരിയാം.